സുപ്രഭാതം. ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ജപ്പാനിലെ രാജകീയ പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ സർക്കാർ വരുത്തുന്ന സുപ്രധാന മാറ്റങ്ങളോടെയാണ് വാർത്തകൾ തുടങ്ങുന്നത്. എന്നാൽ വനിതാ ചക്രവർത്തിമാർക്കുള്ള വിലക്ക് തുടരുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ സംഭവവികാസങ്ങളെക്കുറിച്ചും അത് രാജവാഴ്ചയെ എങ്ങനെ ബാധിക്കുമെന്നും തെളിവിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ജപ്പാനിലെ രാജകീയ പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ ഇളവുകൾ വരുത്താൻ ജപ്പാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി രാജകുടുംബത്തിലേക്ക് ദൂരെയുള്ള പുരുഷ ബന്ധുക്കളെ ദത്തെടുക്കാൻ അനുവദിക്കുന്ന പുതിയ നിയമ ചട്ടക്കൂട് സർക്കാർ അവതരിപ്പിച്ചു. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം രാജവാഴ്ച നിലനിർത്തുന്നതിനായി മുൻ രാജകീയ ശാഖകളിൽ നിന്നുള്ള 15 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പുരുഷന്മാരെ രാജകുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ബിബിസിയും എൻപിആറും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സമീപകാലത്തായി പുരുഷ രാജകുടുംബാംഗങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വലിയ കുറവ് പരിഹരിക്കാനാണ് ഇത്തരമൊരു നിയമഭേദഗതി. എങ്കിലും രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് സിംഹാസനത്തിൽ അവകാശമില്ലെന്ന നിലവിലെ നിയമത്തിൽ മാറ്റമില്ല. പിന്തുടർച്ചാവകാശം സുസ്ഥിരമാക്കാൻ ഈ നീക്കം സഹായിക്കുമെങ്കിലും സ്ത്രീകൾക്ക് ഭരണാധികാരികളാകാൻ അവസരം നൽകുന്ന തരത്തിലുള്ള വിപുലമായ പരിഷ്കാരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ നിയമം ചക്രവർത്തിനിമാരുടെ പങ്കിനെ പരിമിതപ്പെടുത്തുകയും അവരുടെ മക്കളെ പിന്തുടർച്ചാവകാശ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതിനാൽ രാജകുടുംബം വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പുരുഷന്മാർ മാത്രം പിന്തുടർച്ചാവകാശികളാകണമെന്ന യാഥാസ്ഥിതിക നിലപാടും ഭാവിയിൽ സിംഹാസനത്തിന് അവകാശികളില്ലാത്ത സാഹചര്യം ഒഴിവാക്കാൻ രാജഭരണത്തെ പരിഷ്കരിക്കണമെന്ന ആവശ്യവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ് ഈ പുതിയ നിയമഭേദഗതിയെന്ന് ജഡ്ജ് റിപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ ഈ സ്ഥിരീകരിച്ച അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അടുത്ത വാർത്താ റിപ്പോർട്ടിൽ വീണ്ടും കാണാം. ജഡ്ജ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സ്ഥിരീകരിക്കുന്നത്